ഓക്ലാൻഡിൽ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, വിച്ച് ഇസ് ഇൻ ന്യൂസിലാൻഡ്. സോ ഇവിടെ 2 നൈറ്റ് ആണ് ലേ ഓവർ ഉള്ളത് ഇപ്രാവശ്യം. സോ ഫസ്റ്റ് ഡേ വൈഹേക്കി ഐലൻഡിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു. ഹോട്ടലിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഒരു ഫെറി ടെർമിനൽ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഫെറി എടുത്തിട്ട് ഐലൻഡിലേക്ക് പോയി. ഈതർ ഓൺലൈൻ ത്രൂ റിസർവ് ചെയ്യാം ടിക്കറ്റ്, അല്ലെങ്കിൽ അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ വീക്ക് ഡേ പോയത് കാരണം ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ എവറി 30 minutes ഫെറി ഉണ്ട് ഫ്രം ഫെറി ടെർമിനൽ ടു ദ വൈഹേക്കി ഐലൻഡ്. സോ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈവൻ ഇഫ് ഇറ്റ്സ് ഓൺ വീക്കെൻഡ്. ആൻഡ് ഓൺ ദ വേ ടു ദ ഐലൻഡ് വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു. ഐലൻഡ് എത്തിയിട്ട് ഞങ്ങളൊരു ബസ് എടുത്തിട്ട് നേരെ ഏതോ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. ബിക്കോസ് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല, കാരണം ഓരോ ആൾക്കാരും ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങണ്ടായിരുന്നു. എല്ലാവർക്കും ഡിഫറെന്റ് പ്ലാൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ പ്ലാന് ഫസ്റ്റ് വൈൻയാർഡിൽ പോയിട്ട് വൈൻ ടേസ്റ്റിംഗ് ചെയ്യാനായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പ് റോങ് സ്റ്റോപ്പ് ആയതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ ക്യാബ് വന്നില്ല. കുറേ നേരം ക്യാബിന് വെയിറ്റ് ചെയ്തു. ഫൈനലി ഒരു 2-wheeler റെന്റിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ 2-wheeler ആ പ്ലേസും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അഗെയിൻ ബസ്സിൽ കയറിയിട്ട് വൈൻയാർഡിലേക്ക് പോയി. വൈൻയാർഡിൽ പോയപ്പോൾ വൈൻയാർഡും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി, ബിക്കോസ് എല്ലാ വൈൻയാർഡ്സും ഒരു 5-5:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഞങ്ങൾ എത്താൻ തന്നെ കുറച്ച് ലേറ്റ് ആയി. ബട്ട് നെവർദലെസ് ഞങ്ങൾ അവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ അവിടുന്ന് ബസ് കയറിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നല്ല റേറ്റിംഗ്സ് ഉള്ള റെസ്റ്റോറൻറ്റ് ആയിരുന്നു. ആൻഡ് ദ വ്യൂ ഫ്രം ദ റെസ്റ്റോറൻറ്റ് വാസ് സോ പ്രിറ്റി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ബീച്ച്. പിന്നെ ജലാറ്റോന് കുറേ നേരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്രേവിംഗ് ആയിരുന്നു. അങ്ങനെ ജലാറ്റോ വാങ്ങിച്ച് നേരെ ബീച്ചിലേക്ക് പോയി. അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന ചെറിയൊരു കുറുക്ക് വഴിയാണിത്. ആ ഐലൻഡിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൊത്തം ഭയങ്കര ക്ലീനാണ്. ലൈക്ക് എവിടെയും ഞാൻ വേസ്റ്റ് കണ്ടിട്ടില്ല, അത്രയ്ക്കും ക്ലീനാണ്. നല്ല ഹൈ മെയിൻ്റനൻസ് ആണ് അവിടെ. ഞങ്ങൾ ബീച്ച് എത്താറായി. ബീച്ചിൻ്റെ വ്യൂ എത്താറാകുമ്പോൾ കാണുമ്പോൾ തന്നെ ഇറ്റ് വാസ് സോ പ്രിറ്റി. Guys, the beach environment was so peaceful, so beautiful, and അത് സൺസെറ്റ് ടൈമും കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങൾ സൺസെറ്റ് ടൈം ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ബീച്ച് എത്തണം എന്നായിരുന്നു നമ്മുടെ എയിം. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. ഇറ്റ് വാസ് സോ പീസ്ഫുൾ. അവിടെ നിന്ന് പോകാനേ തോന്നിയില്ല. ആക്ച്വലി ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ ലൈക്ക് മേ ബി അറ്റ്ലീസ്റ്റ് 1 night ഒക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ടൈം അത്ര ഇല്ലാത്തത് കാരണം പിന്നെ ലാസ്റ്റ് ഫെറി 11 PM ആണ്. അപ്പോൾ ഒരു ഇരുട്ടാവണ മുന്നേ തിരിച്ചു പോകണതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സൺസെറ്റ് എല്ലാം കണ്ട് ടൈം എല്ലാം സ്പെൻഡ് ചെയ്ത് നേരെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ലൈറ്റ് പോണവനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ ഗേൾസിൻ്റെ ഫോട്ടോ സെഷൻ അറിയാലോ എത്ര നേരം എടുക്കുമെന്ന്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ ഐലൻഡിലേക്ക് പ്ലാൻ ചെയ്തത് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് ദിസ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോ സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്ത് നേരെ ഫെറി ടെർമിനലിലേക്കാണ് പോയത്. സോ നിങ്ങൾ ഓക്ലാൻഡിൽ പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ വൈഹേക്കി ഐലൻഡ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഓക്ലാൻഡ് ഡയറീസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.